അമ്പാടിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ടാണ് 2 ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും ഒരു സവോള 2 പച്ചമുളകൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ആ സവോളയൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് മുറിച്ച് വെച്ച 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. സവാളയും പച്ചമുളകും നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി അതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ച് തീ കുറച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സാമ്പാർ പൊടിയാട്ടോ. സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്